കോഴിക്കോട് കുളത്തുവയൽ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാനും ഒരുങ്ങിയാണ് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് ചെമ്പ കുളത്തുവയൽ സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം പുറത്തുവന്നത്. ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരുവണ്ണാമൊഴി പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും വിവരം ലഭിച്ചെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. സ്കൂൾ മാനേജ്മെന്റും അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. തുടർന്ന് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാന അധ്യാപകനെ സമീപിക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അധ്യാപകനെ ഉടനടി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്ന് യുവമോർച്ച കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ അറിയിച്ചു. പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെന്ന് കൂടിയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യാപകൻ സമാന രീതിയിൽ മറ്റൊരു സ്കൂളിൽ നിന്നും സമാനമായ കൃത്യത്തിന് ശേഷം പുറത്തായതിനു ശേഷമാണ് ഈ സെന്റ് ജോർജ് സ്കൂളിലേക്ക് വന്നതെന്ന് കൂടിയാണ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് മനസ്സിലായത്. ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് യുവമോർച്ച കടക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 8ഓളം തവണ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകരോട് ഇക്കാര്യം വിദ്യാർത്ഥിനി അറിയിച്ചെങ്കിലും കാര്യമായി എടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. സമാനമായ രീതിയിൽ മറ്റു കുട്ടികളും അതിക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.